പെരുന്നാൾ ബീച്ച് അടിപൊളിയാണ്. ഞങ്ങൾ പെരുന്നാളായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. തിരൂർ പയ്യനങ്ങാടി എന്ന് പറഞ്ഞത് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇന്ന് പെരുന്നാളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. പറണ ബീച്ച് അടിപൊളി ബീച്ചാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് പറണ ബീച്ചിലാണ്. അപ്പോൾ ഒന്നാം പെരുന്നാൾ ദിനത്തിലെ പറണ ബീച്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്രൗഡാണ്. പക്ഷേ സാധാരണ രണ്ടാം പെരുന്നാൾക്കാണ് ഇവിടെ നല്ല ക്രൗഡ് ഉണ്ടായത്. മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതേ ആൾക്കാരും കിട്ടാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മളിവിടെ നിന്ന് എത്തിയിട്ടുള്ളത് പറവണ്ണ ബീച്ചിലാണ്. പറവണ്ണ ബീച്ച് എന്ന് പറഞ്ഞാൽ എത്താനൊന്നുമില്ല, നമ്മൾ പറവണ്ണ ബീച്ചിലുള്ളത് തന്നെയാണ്. അതിമനോഹരമായ ബീച്ചാണ്. മറ്റ് സ്ഥലങ്ങളൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആംബിയറുള്ള ഒരു ബീച്ച് നമുക്ക് പറവണ്ണ തിരൂരിന് ഫസ്റ്റ് കിട്ടുന്ന ഒരു ബീച്ച് പറവണ്ണ ബീച്ചാണ്. അതിമനോഹരമായ സ്ഥലമാണ്. അത്യാവശ്യം ആൾക്കാർ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നും ഒരു കാലാവസ്ഥ ചെറിയൊരു മോശമായതുകൊണ്ടാണ് ഇച്ചിരി ആൾ കുറവ്. എന്നാലും കുഴപ്പമില്ല. അധിക പെരുന്നാളിലും ഞാനിവിടെ ഉണ്ടാവാറില്ല, കാരണം ഞാൻ ടൂറിസ്റ്റ് വണ്ടിയിലൊക്കെ പോകുന്നതുകൊണ്ട് ഇവിടെ എത്തിപ്പെടാറില്ല. എങ്കിലും ഈ ഒരു വലിയ പെരുന്നാളിന് ഞാൻ നിങ്ങളൊപ്പം ഒരുമിച്ച് കൂടി വളരെ നല്ലൊരു ആംബിയറാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ലൊരു ആംബിയറുള്ള ഒരു ബീച്ചാണ്. അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ബെഞ്ചും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ അതിമനോഹരമായി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മറ്റു സ്ഥലങ്ങളിലൊന്നും കിട്ടാത്ത അതിമനോഹരമായ 2 ചായക്കടകൾ ഇവിടെ ഉണ്ട്. എന്തായാലും വന്നു കഴിഞ്ഞവരൊക്കെ വളരെ ഹാപ്പിയാണ്. പറവണ്ണ ബീച്ച് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിലാദ്യം കിട്ടുന്നത്, ബീച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാദ്യം ഓടിക്കെത്തുന്നത് നമ്മുടെ പറവണ്ണ ബീച്ചാണ്. തിരൂരിന് ഏറ്റവും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ബീച്ചാണ്. അതിമനോഹരമാണ്. നമുക്കൊന്നും പറയാനില്ല, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ഇവിടുന്ന് വരുന്നത് തിരൂര് പുല്ലൂർ. അപ്പൊ ഈ പറണ ബീച്ചിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണ് അല്ലേ? ആദ്യമായിട്ടാണ് നിങ്ങൾ പുറത്താണോ? ഞാൻ പുറത്താണ്, ഗൾഫിലാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് എന്താണ് തോന്നുന്നത് ഈ പറഞ്ഞ ബീച്ചിൽ? നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പൊ ഇനി വീണ്ടും ഇവിടെ വരണമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും നല്ലൊരു സംരംഭമാണ്. ഒന്നുകൂടി പുരോഗമിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഒരു നിങ്ങളെ അഭിപ്രായത്തിൽ ഒന്നുകൂടി പുരോഗമിക്കാണ്ടല്ലേ? കുട്ടികൾക്ക് സൗകര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും എന്നുള്ളതാണ്. മോനിക്ക് എന്താ പറയാനുള്ളത്? മോനിക്ക് എന്തോ പറയാണ്ടല്ലോ. ഇവിടെ കുറെ വന്നല്ലേ? വന്നിട്ടില്ല? ആദ്യമായിട്ടാണ്. അപ്പൊ അവരൊക്കെ ആദ്യമായിട്ടാണ്. അപ്പൊ ഓക്കെ, നല്ലൊരു സുന്ദരമാണ്. നല്ലൊരു കാണാൻ നല്ലൊരു ബീച്ചാണ് അല്ലേ? അത്യാവശ്യം നല്ല. പിന്നെ ഈ ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് 10 പൈസ കൊടുക്കാതെയാണ് ഇങ്ങോട്ട് വരുന്നത്. മറ്റേ വേറെ ബീച്ചുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചാർജ് ഈടാക്കുന്നുണ്ട്. നമ്മളെ ഇവിടെ കണ്ടില്ലേ, കൂട്ടായി ഇവിടെ ഫ്രീയാണ്. അതുകൊണ്ട് പക്ഷെ കുറെ കൂടി ഒന്ന് പുരോഗമിച്ചാൽ ഒന്നും കൂടി ഡെവലപ്പായി വരും. ഓക്കെ, താങ്ക് യു. പറണ ബീച്ച് അടിപൊളി ബീച്ചാണ്, ഉഷാർ ബീച്ചാണ്, അടിപൊളി ബീച്ചാണ്. എല്ലാവരും പറണ ബീച്ചക്ക് പെരുന്നാൾ വരിക, കടലാണ് വരിക. അടിപൊളി ബീച്ചാണ്, ഉഷാർ ബീച്ചാണ്.
അപ്പോൾ ഗൈസ് പറന്ന ബീച്ചിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിലൂടെ